ഇന്നത്തെ വീഡിയോയിൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എഫക്റ്റീവായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. ഇപ്പോൾ കൊറോണ പ്രശ്നം ലോക്ക്ഡൗണൊക്കെ കാരണം കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അവർക്ക് എങ്ങനെ വീട്ടിലിരുന്നുകൊണ്ട് എഫക്റ്റീവായിട്ട് പഠിക്കാം, അതിന് സഹായകരമായിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് നിങ്ങൾ പരിചയപ്പെടുന്നത്. ഈ ആപ്ലിക്കേഷൻ്റെ പേര് 90+ മൈ ട്യൂഷൻ ആപ്ലിക്കേഷൻ എന്നാണ്. ഇത് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ഞാനിപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ആപ്ലിക്കേഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് പഠിക്കേണ്ടത്, അതേപോലെ ഈ ആപ്ലിക്കേഷനിലെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു സ്ക്രീനാണ് ലഭിക്കുക. അതിൽ താഴെ രജിസ്റ്റർ നൗ എന്ന് കാണാം. ഇതിൽ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചാൽ മാത്രമേ നമുക്ക് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രജിസ്റ്റർ നൗ കൊടുക്കുക. അപ്പോൾ അതിൽ രജിസ്റ്റർ നൗ എന്ന് വന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുട്ടിയുടെ പേര് എൻ്റർ ചെയ്യാൻ വരും. കുട്ടി ഫീമെയിലാണോ മെയിലാണോ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ കുട്ടി പഠിക്കുന്ന ക്ലാസ് ഏതാണെന്ന് അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു പാസ്വേഡും സെറ്റ് ചെയ്തിട്ട് സൈൻ ഇൻ ചെയ്യാം. നമ്മൾ അതിന് വേണ്ടിയിട്ട് ആ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ മൊബൈൽ നമ്പർ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP വരും. അപ്പോൾ ആ OTP എൻ്റർ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ മൊബൈലിൽ ഒന്ന് OTP എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ പോസ്റ്റൽ കോഡ് എൻ്റർ ചെയ്യാൻ വരും. അപ്പോൾ അത് നമ്മൾ പോസ്റ്റൽ കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മൊബൈലിൽ വന്ന OTP എല്ലാം എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുമ്പോൾ ഇതുപോലെയാണ് വരിക. കുട്ടിയുടെ പേരും അതേപോലെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്നും കാണിക്കും. അതേപോലെ കുട്ടി ഏത് ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്നിങ്ങനെ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് പഠിക്കേണ്ട സബ്ജക്റ്റ് ഏതാണെന്ന് വെച്ചാൽ അത് ഓപ്പൺ ചെയ്യാം. അതിൽ ചാപ്റ്റർ വൈസ് ആയിട്ട് എല്ലാ ക്ലാസ്സസും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു ചാപ്റ്റർ ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതിൽ ഓരോ ചാപ്റ്ററിലും നമ്മളെല്ലാം വീഡിയോ രൂപത്തിലായിട്ടും കൊടുത്തിട്ടുണ്ടാവുക. അതിലിപ്പോൾ എല്ലാം നമ്മൾ ആനിമേറ്റഡ് രൂപത്തിൽ എല്ലാം ഈ ആപ്ലിക്കേഷനിൽ കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഈ 1/4, 2/4, 3/4, 4/4 എന്നൊക്കെ പറയുന്ന ഒരു ചാപ്റ്ററിൽ തന്നെ ക്ലാസ്സസ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. കുട്ടികൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 15 to 20 മിനിറ്റ്സ് ഉള്ള വീഡിയോസ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഓരോ വീഡിയോസ് ഓപ്പൺ ചെയ്യുമ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇതിൽ കാണുന്ന ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ ക്ലാസ്സസ് നമ്മുടെ ഫോണിലോട്ട് ഡൗൺലോഡ് ആവും. അപ്പോൾ അതിനുശേഷം നമുക്ക് എത്ര തവണ വേണമെങ്കിലും ഈ ക്ലാസ്സസ് കാണാൻ പറ്റും. ഇത് ഫസ്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി മാത്രമേ നമുക്ക് നെറ്റിൻ്റെ ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അക്കാഡമിക് ഇയർ കഴിയുന്നത് വരെ ഈ വീഡിയോ ക്ലാസ്സസ് നമ്മുടെ ഫോണിലുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിലെ വീഡിയോ ക്ലാസ്സസ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ പ്രാക്ടീസ് ക്വസ്റ്റ്യനും ഹോം ടെസ്റ്റെന്നും 2 ഭാഗങ്ങൾ കാണാം. അപ്പോൾ അതിൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഓപ്പൺ ചെയ്യാം. ഇതിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. എന്നിട്ട് ഇതിൽ ഒബ്ജക്റ്റീവ് ടൈപ്പിലാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ കൊടുത്തിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ആണെന്നെങ്കിൽ ഇത് ഗ്രീൻ കളറിൽ കാണിക്കും, തെറ്റാണെന്നുണ്ടെങ്കിൽ ഇത് റെഡ് കളറിൽ കാണിക്കും. കറക്റ്റ് ആൻസർ ഏതാണെന്ന് അതിൻ്റെ ഉള്ളിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ കുട്ടികൾക്ക് വീഡിയോ ക്ലാസ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് തെറ്റുന്നുണ്ടെങ്കിൽ അവർക്ക് ആ പോർഷൻ കറക്റ്റായിട്ട് മനസ്സിലായില്ല എന്ന് മനസ്സിലാക്കാം. എന്നിട്ട് വീണ്ടും എവിടെയാണോ തെറ്റിയെന്ന് വെച്ചാൽ ആ വീഡിയോ ക്ലാസ് വീണ്ടും പോയി കാണുക. എന്നിട്ടത് ആ ഭാഗം മനസ്സിലാക്കിയതിന് ശേഷം വീണ്ടും വന്ന് ആൻസർ ചെയ്ത് നോക്കാം. അപ്പോൾ കുട്ടികൾക്ക് വളരെ എഫക്റ്റീവായിട്ട് തന്നെ എവിടെയാണ് മനസ്സിലാവാത്ത, എവിടെയാണ് മനസ്സിലായതെന്നെല്ലാം കൃത്യമായി തിരിച്ചറിയാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ഒബ്ജക്റ്റീവ് ടൈപ്പിൽ ക്വസ്റ്റ്യൻ ആൻസർ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇതിൽ ഹോം ടെസ്റ്റ് എന്നൊരു ഭാഗം കാണും. ഇതിലും ഇംഗ്ലീഷിലും മലയാളത്തിലും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇതിലെ ക്ലാസ്സസ് എല്ലാം ഇംഗ്ലീഷിലും മലയാളത്തിലും നമുക്ക് കേൾക്കാൻ പറ്റും. ഇതിലും എല്ലാം ഒബ്ജക്റ്റീവ് ടൈപ്പിലാണ് കൊടുത്തിട്ടുണ്ടാവുക ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത് നമുക്കിതിൻ്റെ ആൻസർ ഏറ്റവും ലാസ്റ്റ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ആ ഒരു പ്രത്യേകത മാത്രമേ ഉള്ളൂ ഹോം ടെസ്റ്റും പ്രാക്ടീസ് ടെസ്റ്റും തമ്മിൽ. ഇതിൽ എത്ര സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് മുഴുവൻ ആൻസർ ചെയ്തതിന് ശേഷം മാത്രമേ ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടുള്ളൂ. സാധാരണ കാണാപ്പാഠം പഠിക്കുന്ന ഒരു കുട്ടികൾക്ക് ഇങ്ങനെ ഒബ്ജക്റ്റീവ് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം മനസ്സിലാക്കി പഠിക്കുന്ന ഒരു കുട്ടിക്ക് മാത്രമാണ്
നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ അതിൽ വരുന്നൊരു ഭാഗമാണ് ഈ ഫോക്കസ് ഫിസിക്സ്, ഫോക്കസ് കെമിസ്ട്രി, ഫോക്കസ് ബയോളജി, ഫോക്കസ് മാത്സ് എന്ന് പറഞ്ഞ ഭാഗങ്ങൾ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിസിക്സും കെമിസ്ട്രി മാത്സൊക്കെ കുറച്ച് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റുകളാണല്ലോ. അപ്പോൾ ഇതിലും വീഡിയോ രൂപത്തിൽ തന്നെ ആയിരിക്കും ക്ലാസ്സസ് ഉണ്ടായിരിക്കുക. പക്ഷേ ഇതിലൊന്നും കൂടി ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത ക്ലാസ്സസ് ആയിരിക്കും ഇതിലുണ്ടായിരിക്കുക. ആ ഒരു പ്രത്യേകത മാത്രമേ ഉള്ളൂ. ഇതിലും നമുക്ക് പ്രാക്ടീസ് ടെസ്റ്റും ഹോം ടെസ്റ്റും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ ഈ ക്യൂബി ഫിസിക്സ്, ക്യൂബി കെമിസ്ട്രി, ക്യൂബി മാത്സ്, ക്യൂബി ബയോളജി എന്നൊക്കെ പറഞ്ഞിട്ട് കാണും. ഈ ക്യൂബി എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ബാങ്കുകളാണ്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടായിരിക്കും, ക്വസ്റ്റ്യൻ ബാങ്കുകൾ ഉണ്ടായിരിക്കും. അതിലും അതിൽ വീഡിയോ രൂപത്തിൽ അതിൻ്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും. ഒപ്പം തന്നെ അതിലും പ്രാക്ടീസ് ടെസ്റ്റും ഹോം ടെസ്റ്റും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്തുകൊണ്ട് ഈ ക്ലാസ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് കുട്ടികൾക്ക് സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും, ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ആ ഡൗട്ട് എങ്ങനെ ക്ലിയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഹോം ബട്ടൻ്റെ ഇവിടെ അമർത്തി കഴിഞ്ഞാൽ ഇതിൽ ഡൗട്ട് ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഡൗട്ട് ടിക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓപ്പൺ ചെയ്യാം. അതിൻ്റെ താഴെ ന്യൂ പറഞ്ഞിട്ട് വരും. ന്യൂ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് കുട്ടികൾക്ക് ഏത് സബ്ജക്റ്റിലാണോ ഡൗട്ട് വരുന്നത് വെച്ചാൽ ആ സബ്ജക്റ്റ് സെലക്ട് ചെയ്യാം. ഏത് ചാപ്റ്ററിലാണ് ഡൗട്ട് വന്നത് വെച്ചാൽ ആ ചാപ്റ്ററിൻ്റെ പേര് സെലക്ട് ചെയ്യാം. ഏത് ടോപ്പിക്കിലാണ് സബ്ജക്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഡൗട്ട് വെച്ചാൽ ആ ടോപ്പിക്കിൻ്റെ പേര് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഡൗട്ട് ഒന്നുമില്ലെങ്കിൽ ഇംഗ്ലീഷിലോ മലയാളത്തിലോ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് ചോദിക്കാം. അതല്ലെങ്കിൽ താഴെ ഒരു മൈക്കിൻ്റെ ഓപ്ഷൻ കാണാം, ചിഹ്നം കാണാം. ഇതിൽ നമുക്ക് മൈക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് വോയിസ് ആയിട്ട് നമ്മുടെ ഡൗട്ട് എന്താണെന്ന് ചോദിക്കാം. അതല്ലെങ്കിൽ നമുക്ക് ചോദിക്കാൻ പറ്റാത്ത എന്തെങ്കിലും പ്രോബ്ലം ആണോ അങ്ങനത്തുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഈ അറ്റാച്ച് ബട്ടൺ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫോണിൽ ഫോട്ടോ എടുക്കുക. നമ്മുടെ ഡൗട്ടുള്ള മാത്സിലൊക്കെ എന്തെങ്കിലും പ്രോബ്ലം ആണെങ്കിൽ അത് ഫോട്ടോ എടുക്കുക. എന്നിട്ട് ഈ അറ്റാച്ച് ബട്ടൺ ഉപയോഗിച്ചിട്ട് ഈ ആപ്ലിക്കേഷനിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ 2 to 3 വർക്കിംഗ് അവേഴ്സിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടുന്നതാണ് ഈ ആപ്ലിക്കേഷനിൽ. ഒപ്പം തന്നെ ഇതിൽ പാരൻറ്റ് കോർണർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കുട്ടിയുടെ സബ്ജക്റ്റ് എല്ലാം കാണും. അതിൽ എത്ര ചാപ്റ്റർ കുട്ടി പഠിച്ചിട്ടുണ്ട്, അതേപോലെ ഇനി പഠിക്കാൻ എത്ര ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡേ ബൈ ഡേ അപ്ഡേഷൻ ഈ ആപ്ലിക്കേഷനിലോട്ട് വരും. അപ്പോൾ പാരൻസിന് ചെക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഹോം ടെസ്റ്റിൻ്റെയൊക്കെ മാർക്കും കാര്യങ്ങളെല്ലാം ഇതിൽ തന്നെ എത്ര ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, അതിലെ മാർക്ക് എങ്ങനെയാണ്, അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇതിൽ തന്നെ ആപ്ലിക്കേഷനിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ പാരൻസിന് കുട്ടികളുടെ പഠനം എങ്ങനെയാണ് പോകുന്നത്, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് തന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാനൊക്കെ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് പറ്റും. അപ്പോൾ ഈ രീതിയിലാണ് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഇത് ഉപയോഗിച്ച് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത്, അതിനുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാനും ഈ ആപ്ലിക്കേഷൻ്റെ ഫീസും മറ്റു കാര്യങ്ങളും അറിയാനും അതെങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ എടുക്കേണ്ടത്, അതിന് എത്ര രൂപ ഫീസ് അടയ്ക്കണം എന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ താഴെ ഞാൻ നമ്പർ കൊടുക്കാം. അതിൽ വിളിച്ച് നിങ്ങൾക്ക് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് പഠിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം അവർ ചെയ്തു തരും. താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാനിതിൻ്റെ താഴെ നമ്പർ കൊടുക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ക്ലാസ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.